വീടാണ്. മുത്തുനബി പറയുന്നു മൂന്നാമത്തെ ഭവനമാതാ, മൂന്നാമത്തെ ഭവനമേതാ? അത് സദഖ ചെയ്യുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്ന വീടുകളുണ്ടല്ലോ, യതീമീങ്ങളെ സഹായിക്കുന്ന വീടുകളുണ്ടല്ലോ, രോഗികളെ സഹായിക്കുന്ന വീടുകളുണ്ടല്ലോ, ഒരു നേരത്തെ അന്നമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്ന വീടുകളുണ്ടല്ലോ, പാവപ്പെട്ട പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരു ഗതിയുമില്ലാതെ വീടിന്റെ അകത്തിരുന്ന് കരയുന്ന പാവപ്പെട്ട ഉമ്മമാര് പടച്ചവനെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു സദഖ കൊടുക്കുന്ന വീടുകളുണ്ടല്ലോ. ആ വീടുകളെ മലക്കിന് നല്ല പരിചയമാണ്. ആ വീട് കാണാൻ മലക്ക് വരുന്നുണ്ട്, ആ വീട് കാണാൻ മലക്ക് വരുന്നുണ്ട്. ആ വീട്ടിലാണ് മലക്കുകൾ താമസിക്കുന്നത്, ആ വീടാണ് പ്രകാശിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവരെ മറന്നു പോകരുത്. നിന്റെ കുടുംബത്തിൽ എത്രയോ രോഗികളുണ്ട്, ക്യാൻസർ പിടിച്ച് കിടക്കുന്നവരുണ്ട്, ട്യൂമർ പിടിച്ച് കിടക്കുന്നവരുണ്ട്, ശരീരം തളർന്ന് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട്. നിന്റെ കുടുംബത്തിൽ എത്രയോ യതീമായ മക്കളുണ്ട്. എന്തേ തിരിഞ്ഞു നോക്കാത്തത്? എന്തേ സഹായിക്കാത്തത്? ആർക്ക് വേണ്ടിയാ കൂട്ടിവെക്കുന്നത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ സദസ്സിലിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണല്ലോ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ അതാ കച്ചവടത്തിന്റെ ലാഭവുമായി തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. തന്റെ കച്ചവടത്തിന്റെ ലാഭവുമായിട്ട് ഈ സഹാബി തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, ലക്ഷങ്ങളാണ് ലാഭം കിട്ടിയത്. തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു, അവസാനം ഭക്ഷണം കഴിച്ചു. തന്റെ ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കിടക്കുകയാണ്. റബ്ബേ, ഭാര്യക്കും ഭർത്താവിനും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഭാര്യയും ഭർത്താവും രാത്രി കിടന്നിട്ട് ഉറങ്ങുന്നില്ല. പടച്ചവനെ, കാരണം എന്തെന്നറിയുമോ? 7 ലക്ഷത്തോളം വരുന്ന ദിർഹം തന്റെ വീടിന്റെ അകത്തിരിക്കുകയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഭാര്യ ചോദിക്കുന്നു, എന്തേ ഉറങ്ങാത്തത്? ഭാര്യ ചോദിക്കുന്നു, എന്തേ ഉറങ്ങാത്തത്? അവിടെന്ന് പറയുകയാ, തഫക്കർതു മുൻദു ലൈല മാ ലന്നു ബിറജുലിൻ ബിറബ്ബി ഇദാ കാന യനാ വഹാദാ മാലു ഫീ ബൈതി. അവിടെന്ന് പറയുകയാണ്, എന്റെ വീടിന്റെ അകത്ത് 7 ലക്ഷം ദിർഹമുകൾ ഇരിക്കുന്നുണ്ട്. ഈ പണം ഈ വീടിന്റെ അകത്തിരിക്കുന്നത് കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല. ഇന്ന് നമ്മുടെ വീടിന്റെ അകത്ത് പൈസയുള്ളത് കാരണം നമുക്ക് ഉറക്കം വരുന്നില്ല. എങ്കിലേ വീടിന്റെ പരിസരത്ത് എത്രയോ പാവങ്ങൾ കഴിക്കാ ഭക്ഷണമില്ലാതെ വിശപ്പ് കാരണം ഉറങ്ങാതെ കിടക്കുന്നുണ്ട്, മരുന്നില്ലാതെ കിടക്കുന്നവരുണ്ട്, രോഗം പിടിച്ച് വേദന സഹിക്കാൻ കഴിയാതെ കിടക്കുന്നവരുണ്ട്. എത്രയോ പാവങ്ങൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് കിടക്കുന്നുണ്ട്. അല്ലാഹുവേ, നമ്മൾ പൈസയുള്ളത് കാരണം ഉറക്കം വരാതെ കിടക്കുകയാ. പെണ്ണേ, ഈ പൈസ എന്റെ വീടിന്റെ അകത്തിരിക്കുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ ഞാൻ അല്ലാഹുവോട് എന്തു പറയുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഉറങ്ങാതെ കിടക്കുന്നത്. അതാ അവിടെന്ന് ചോദിക്കുമ്പോ അല്ലാ, ഉമ്മു സുലൈം റളിയല്ലാഹുവേ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ തങ്ങളുടെ മകളാണ് ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹു. അവിടെന്ന് പറഞ്ഞു, തൽഹാ, നമുക്കിത് പാവങ്ങൾക്ക് കൊടുക്കാം, നമുക്കിത് പാവങ്ങൾക്ക് കൊടുക്കാം. നമ്മുടെ വീടിന്റെ പരിസരത്ത് കിടക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്, ആ പാവങ്ങൾക്ക് നമുക്കിത് കൊണ്ടുപോയി കൊടുക്കാം. അല്ലാഹുവേ, ഭർത്താവ് പറഞ്ഞു, എങ്കിൽ നാളെ സുബഹി കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. അല്ലാഹുവേ, ഭർത്താവ് പറയുകയാണ്, 7 ലക്ഷം ദിർഹം തന്റെ വീടിന്റെ അകത്തിരിക്കുകയാണ്. ഭർത്താവ് പറഞ്ഞു, നാളെ സുബഹി കഴിഞ്ഞിട്ട് നമുക്കിത് പാവങ്ങൾക്ക് കൊണ്ടുകൊടുക്കാം. ആ സമയത്ത് ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹു തന്റെ ഭർത്താവിനോട് പറയുകയാ, എങ്കിൽ ഇന്ന് രാത്രി
രാത്രി നമുക്ക് ഉറക്കമൊഴിഞ്ഞിട്ട് ഇത് നമുക്ക് കിഴികെട്ടി വെക്കാം. അല്ലാഹുവേ, ഭാര്യയും ഭർത്താവും കൂടെ ഉറങ്ങാതെ അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 7 ലക്ഷം ദിർഹം പടച്ചവനെ 100 കിഴിക്കകത്ത് വെച്ച് കെട്ടുകയാ. അല്ലാഹുവേ, പലിശയ്ക്ക് കൊടുക്കാനല്ല, എന്തിനെന്നറിയുവോ, തന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്ന പാവങ്ങൾക്ക് കൊടുക്കാ. ഇത് മുഴുവനും കെട്ടിവെച്ചിട്ടാണ് രണ്ടുപേരും കൂടെ കിടക്കുന്നത്. ആ സമയത്ത് തൽഹതങ്ങൾ പറഞ്ഞു, പെണ്ണേ, അല്ല നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. ചെറുപ്പക്കാരാ, മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. പിറ്റേ ദിവസം വൈകുന്നേരമാകുന്നതിന് മുമ്പ് 7 ലക്ഷം ദിർഹം പാവപ്പെട്ടവർക്ക് കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹു നിനക്ക് ഒരുപാട് നൽകിയിട്ടില്ലേ, ഒരുപാട് സമ്പത്ത് റബ്ബ് നൽകിയിട്ടില്ലേ? എന്തേ പാവങ്ങളെ മറന്നു പോകുന്നത്, യതീമീങ്ങളെ മറന്നു പോകുന്നത്, രോഗികളെ മറന്നു പോകുന്നത്? അല്ലാഹുവേ, നീ നിന്റെ മകൾക്ക് 50ഉം 100ഉം പവൻ സ്വർണം കൊടുത്ത് വിവാഹം നടത്തുന്നു. നിക്കാഹിന് പയ്യനെ കൊണ്ടുവരുമ്പോ നിരന്നു വരുന്ന വണ്ടിക്ക് എണ്ണയടിക്കുന്ന കാശുണ്ടല്ലോ. പുതിയാപ്പള വരുമ്പോ മുന്നിലും പുറകിലും ബൈക്കുകളും കാറുകളും നിരന്ന് വരികയാണ്. എന്തൊക്കെ എത്ര പൈസയാ ചെറുപ്പക്കാരാ പൊളിക്കുന്നത്. ആ എണ്ണയടിക്കുന്ന പൈസ മതിയടാ 1 പവൻ വാങ്ങി പാവപ്പെട്ട പെൺകുട്ടിക്ക് കൊടുക്കാ. ഈ നാട്ടിലെ യതീമായ ഒരു പൊന്നുമോക്ക് 1 പവന്റെ സ്വർണം വാങ്ങിക്കൊടുക്കാമടാ. ഈ റോഡിലൂടെ നിങ്ങൾ കത്തിച്ചു കളയുന്ന പൈസ മതി ചെറുപ്പക്കാരാ. അതുകൊണ്ട് പൊന്നുമോനെ, മോനെ, നിന്റെ വീട് മലക്കുകൾ വരുന്ന വീടാകണം, നിന്റെ വീട് പ്രകാശിക്കുന്ന വീടാകണം, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരുന്ന വീടാകണം. അങ്ങനെ ഒരു വീടാകണമെങ്കിൽ മോനെ, പാവങ്ങളെ സഹായിക്കണം, സദഖ കൊടുക്കുന്നതിൽ ആത്മാർത്ഥത കാണിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു വീടിനെ പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. ഏത് വീടാ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, അനസ് റളിയല്ലാഹു തആല അൻഹു. ഈ വാപ്പയും ഭാര്യയും ഭർത്താവും മകനും കൂടെ മത്സരിച്ചപ്പോ ഒരൊറ്റ രാത്രി, ഒരേ ഒരു രാത്രി തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ ആരാണ് വിജയിച്ചതെന്ന് ചോദിച്ചാൽ ആർക്കും മാർക്കിടാൻ കഴിയാത്ത രീതിയിൽ അല്ലാഹുവേ, ഒരു ഭാര്യയും ഭർത്താവും ഒരു മകനും കൂടെ മത്സരിച്ചു. ഇവര് 3 പേരും മത്സരിച്ചത് കണ്ടപ്പോ, ഇവര് 3 പേരും കൂടെ മത്സരിച്ചത് കണ്ടപ്പോ ആ വീട് കാണാൻ മലക്കുകൾ ഇറങ്ങി വന്നെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭാര്യയും ഭർത്താവും അവര് വിശന്ന് കിടക്കുമ്പോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിൽ വന്ന ഒരു പാവപ്പെട്ടവന് കൊടുത്തിട്ട് ഈ ഭാര്യയും ഭർത്താവും മകനും കൂടെ പട്ടിണി കിടന്നു. ഇവര് 3 പേരും ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒരു പാവപ്പെട്ടവന് വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കണച്ച് വെച്ചിട്ട് 3 പേരും കൂടെ അഭിനയിച്ചു. ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ഇവര് 3 പേരും കിടന്നുറങ്ങിയപ്പോ ഇവരുടെ വീട് കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ വീട്ടിനെ കുറിച്ചാ ഖുർആൻ പറഞ്ഞത്. ജിബ്രീൽ അന്ന് രാത്രി ഇറങ്ങി വന്നിട്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതി കൊടുത്തു. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. ഖുർആനിൽ ആയത്ത് ഇറങ്ങിയത് ഈ വീടിനെ കുറിച്ചാ. അതുകൊണ്ട് സഹോദരാ, പാവങ്ങളെ മറക്കല്ലേ. ഈ വെളിച്ചത്തിന്റെ സംഘാടകർ പടച്ചവനെ ഓരോ കുടിലും വെളിച്ചമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഓരോ പാവപ്പെട്ടവന്റെ വീടും പടച്ചവരെ അതിനകത്ത് സന്തോഷമുണ്ടാക്കണമെന്ന് പരിശ്രമിക്കുന്നവരാ.